കുരിയച്ചിറയിലെ സ്വകാര്യ പാർപ്പിട സമുച്ചയം ദേശായി ഹോംസിന്റെ അശാസ്ത്രീയ നിർമ്മാണത്തിനിടെ സമീപത്തെ വീടുകൾ തകർന്ന സംഭവത്തിൽ ഇടപെട്ട് രാഷ്ട്രീയ കക്ഷികൾ. കോർപ്പറേഷനിലെ LDF കൗൺസിലർമാർ സ്ഥലം സന്ദർശിച്ച് ഭീഷണി നേരിടുന്ന വീട്ടുകാർക്കൊപ്പമുണ്ടാകുമെന്ന് ഉറപ്പു നൽകി. BJP ദേശായി ഹോംസ് കവാടത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. നടപടികൾ TCV വാർത്തയെ തുടർന്നു. ചൊവ്വാഴ്ച രാവിലെ കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് TR ഹിരണിന്റെ നേതൃത്വത്തിൽ LDF കൗൺസിലർമാർ സ്ഥലം സന്ദർശിച്ചു. പ്രശ്നത്തിൽ മേയറുടെ സമീപനം പ്രതിഷേധാത്മകമാണെന്നും സമീപവാസികളുമായി ആലോചിച്ച് സമരപരിപാടികൾ തുടങ്ങുമെന്നും TR ഹിരൺ പറഞ്ഞു. കഴിഞ്ഞ ദിവസത്തെ മഴയത്ത് ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നമ്മളിവിടെ കാണുന്ന നമ്മുടെ പിറകുവശത്തുള്ള മണ്ണിടിഞ്ഞുകൊണ്ട് വലിയൊരു ദുരന്തം പോലും സംഭവിക്കാവുന്ന സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇതിന്റെ പരാതി മേയറടക്കമുള്ള ആളുകളെ, ഡിവിഷൻ കൗൺസിലർമാരടക്കമുള്ള ആളുകൾ, ഇവിടുത്തെ ആളുകൾ സമീപിച്ചു. പക്ഷേ കൃത്യമായുള്ളൊരു മറുപടി മേയറടക്കമുള്ള ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകത്ത്. കൃത്യമായിട്ട് നമുക്കെല്ലാവർക്കും അറിയാം, ഇത്തരം കാര്യങ്ങളിൽ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ വിഷയങ്ങൾ തീർപ്പുണ്ടാക്കുക എന്നാണ് ഒരു ഭരണാധികാരിയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. പക്ഷേ മേയറുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തമല്ല ഉണ്ടായിട്ടുള്ളത്. ഇവരെ കാണാൻ പോലും ഇന്നലെ സമ്മതിച്ചിട്ടില്ല മേയറടക്കമുള്ള ആളുകൾ. അത് തികച്ചും ഒരു നിരുത്തരവാദപരമായ നിലപാടാണ്. അതിനെതിരായിട്ട് കൃത്യമായിട്ടൊരു പ്രതിഷേധങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അനധികൃതമായിട്ടുള്ള നിർമ്മാണങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള സ്റ്റോപ്പ് മെമ്മോ അടക്കം നൽകിക്കൊണ്ട് അതിന് നിർമ്മാണത്തെ കൃത്യമായിട്ട് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TV ദാസൻ, ഏരിയ കമ്മിറ്റി അംഗം KM രാധാകൃഷ്ണൻ തുടങ്ങിയവരും കൗൺസിലർമാർക്കൊപ്പം ഉണ്ടായിരുന്നു. അതേസമയം BJP മേഖലാ പ്രസിഡന്റ് ബിജോയ് തോമസിന്റെ നേതൃത്വത്തിൽ BJP അഞ്ചേരി മേഖലാ കമ്മിറ്റി ദേശായി ഹോംസ് കവാടത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പ്രശ്നത്തിൽ മേയറുടെയും കൗൺസിലർമാരുടെയും സമീപനത്തെ BJP രൂക്ഷമായി വിമർശിച്ച് പ്രശ്നപരിഹാരത്തിന് പ്രക്ഷോഭത്തിനിറങ്ങുമെന്ന് മുന്നറിയിപ്പ് നൽകി. തങ്ങൾ നേരിടുന്ന ഭീഷണിയെക്കുറിച്ച് പരാതി പറയാൻ ചെന്നപ്പോൾ മേയർ താനല്ല ഫ്ളാറ്റ് സമുച്ചയം പണിതതെന്ന് പറഞ്ഞ് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയായിരുന്നുവെന്ന് പരിസരവാസിയായ വീട്ടമ്മ പറഞ്ഞു. മേയറെ കാണാൻ പോയപ്പോൾ ആൾക്ക് തിരക്കാന്ന് പറഞ്ഞത്. ആൾക്ക് തിരക്കെന്ന് പറഞ്ഞാൽ ആളെ കാണാൻ ചെല്ലുമ്പോൾ ആളോട് ഞങ്ങൾ സംസാരിച്ചപ്പോൾ ആൾ പറയുന്നത് ഈ ബിൽഡിംഗ് വെച്ചത് ഞാനല്ല എന്നാണ് പറഞ്ഞത്. ആളുടെ അഭിപ്രായം അങ്ങനെയാണ് ഞങ്ങൾക്ക് പറഞ്ഞത്, മറുപടി കൊടുത്തത് ഞങ്ങളുടെ ആൾക്കാർക്ക്. ഞാൻ കളക്ടറേറ്റിലായിരുന്നു. അവിടെ ചെന്നപ്പോൾ നമ്മുടെ മേഡം ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഒപ്പിട്ടൊന്ന് വരാമെന്ന് പറഞ്ഞത്. നമുക്കിത് മൂലം കുട്ടികൾക്ക് അലർജി, ശ്വാസമുട്ട്, ന്യൂമോണിയ, ഇവിടുന്ന് മഴ പെയ്യുന്ന പോലെയാണ് സിമെൻറ്റുകളും പൊടികളും അതുപോലെ തന്നെ അവർ ഉപയോഗിക്കുന്ന എല്ലാത്തരം ആയുധങ്ങളും, അതായത് കമ്പി സംഭവങ്ങൾ അവരുപയോഗിക്കുന്ന എല്ലാതും നമ്മുടെ വീടുകളിലേക്ക് വീഴാണ്. ഇത്രയും സ്ലോങ്ങിൽ നിന്നാണ് വീണത്. എന്തോരം ഇതിലാണ് നമുക്ക് വീണെന്നറിയാം. അപ്പോൾ ഇത് ഇവർ തടിയായിട്ട് ഇവർ അതിൻ്റെ മുകളിൽ ഡ്രസ്സ് അടിച്ചു തരാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്. ഡ്രസ്സ് അടിച്ചു തന്നാലും നമുക്ക് രോഗങ്ങൾ വിട്ടുമാറാത്തൊരവസ്ഥയാണ്. ദേശായി ഹോംസിന്റെ പാർപ്പിട സമുച്ചയ നിർമ്മാണത്തിനായി മണ്ണെടുക്കുന്നതിനിടെ ഒരു വീട് ഇടിഞ്ഞു വീഴുകയും മറ്റു വീടുകൾ ചുമരുകൾക്ക് വിള്ളൽ വീണ് ഏതു സമയവും ഇടിഞ്ഞു വീഴാവുന്ന സ്ഥിതിയിലായിരിക്കുകയുമാണ്. പ്രശ്നപരിഹാരത്തിന് പ്രദേശവാസികൾ ജില്ലാ കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട്. ശനിയാഴ്ച ദേശായി ഹോംസിന്റെ കവാടം ഉപരോധിച്ച് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പ്രദേശവാസികൾ സമരം ചെയ്തിരുന്നു. 4 പതിറ്റാണ്ടിലേറെയായി കുരിയച്ചിറ പാറക്കയറ്റം കനാലിനരികെയുള്ള പോപ്പ് ജോൺ സെക്കൻഡ് ബ്ലോക്കിൽ താമസിക്കുന്ന 10ലേറെ കുടുംബങ്ങളാണ് വീട് തകരുമെന്ന ഭീഷണിയിൽ കഴിയുന്നത്. കനാലിനരികെ താമസിക്കുന്ന ഈ വീടുകളുടെ പിറകുവശത്താണ് ദേശായി ഹോംസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നിർമ്മാണത്തിനിടെ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് കല്ലും കമ്പിയും ഉൾപ്പെടെയുള്ളവ വീഴുന്നത് പതിവാണെന്ന് വീട്ടുകാർ പറഞ്ഞു. TCV തൃശൂർ.